അസ്സലാമു അലൈക്കും. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മാംഗോ കേക്ക്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ആദ്യം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം 120 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ്. കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേ ആദ്യം ഗ്രീസ് ചെയ്യുക, അതിനായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, പിന്നെ മൈദപ്പൊടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 1 കപ്പ് കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൗഡേർഡ് ഷുഗർ ആയ കാരണം പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കുറേ ബബിൾസ് ഇങ്ങനെ നമ്മുടെ ബാറ്ററിൽ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇനി ഇതിലോട്ട് 2 ഡ്രോപ്പ് യെല്ലോ ജെൽ ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ഡ്രോപ്പ് മാംഗോ എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടൈഗറിൻ്റെ ഒക്കെ മാംഗോ എസൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓയിൽ, വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്, എന്താ പറയുക, കനോലിൻ ഓയിലില്ലേ, അത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്, ടേസ്റ്റ് ഇല്ലാത്ത ഓയിൽ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ നല്ലോണം തരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം തരിച്ചെടുത്തത് 1.5 കപ്പാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ബാച്ചായിട്ട് വേണം നമ്മൾ മൈദ അല്ലെങ്കിൽ ഓരോ ഓൾ പർപ്പസ് ഫ്ലോർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു പോർഷൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സെക്കൻഡ് പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കിത് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ നമ്മളെപ്പോഴും ഒരു സൈഡിലേക്ക് വേണം മിക്സ് ചെയ്യാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടും മിക്സ് ചെയ്യരുത്. മൊത്തം നമ്മൾ ഒരു സൈഡിലേക്ക്. ഇപ്പം ഞാൻ ഒരു ക്ലോക്ക് വൈസ് മിക്സാണ് ചെയ്യണത്, അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളിനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ മാംഗോ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതൊന്നും ഒഴിച്ചു കൊടുത്താൽ സിഗ്സാഗ് ഷേപ്പ് കിട്ടും, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രെയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ കളയുക. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ 40 മിനിറ്റ്സോളം 140 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. കേക്ക് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം, മാംഗോ ക്രീം. അതിനായിട്ട് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ബൗളും വിസ്കും നല്ലോണം ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കും. ഒരു 3-4 മിനിറ്റോളം നമ്മൾ കൈ വിടാതെ ബീറ്റ് ചെയ്യണം. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലോട്ട് മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ മാംഗോ പൾപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാംഗോ പൾപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് നല്ലോണം തണുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. ഞാനതൊരു പുഡിംഗ് ട്രേയിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന പോർഷനാണ് നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചിരുന്നത്. ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മാറ്റി കൊടുത്ത് നമുക്കതൊരു ബേസ് കേക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ ഷുഗർ സിറപ്പ് അല്ല കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് പാലിലോട്ട്, ഇളം ചൂടുള്ള പാലിലോട്ട്, നല്ല ചെറിയ ചൂടേ പാടുള്ളൂ കേട്ടോ, നല്ലോണം ചൂട് പാടില്ല.
ഇളം ചൂടുള്ള പാലിലോട്ട് 2 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇനി കേക്ക് ഒന്ന് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പാലൊക്കെ ഒന്ന് കേക്ക് വലിച്ചെടുക്കണം. അതിനായിട്ടുള്ള ടൈം കൊടുക്കാം നമുക്ക്. ഇനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു പുഡിംഗ് കേക്ക് തന്നെ ഇതിന് പറയാം. നോർമൽ കേക്ക് ഫുൾ ഐസിങ് ഒക്കെ ചെയ്തിട്ടല്ലേ, ഇതൊരു പുഡിംഗ് കേക്ക് എന്നുള്ള ലെവലിൽ നിങ്ങൾ കണ്ടാൽ മതി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു ഓവർനൈറ്റ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഇതൊരെണ്ണം കഴിച്ചാൽ സൂപ്പർ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.